അപ്പതാ മാഷാ അല്ലാ നമ്മള് പുതിയ വീട്ടിലേക്ക് എല്ലാരും ഇറങ്ങാൻ നിക്കാണ് കേട്ടോ. ഈ പഴയ വീടിനെ കുറിച്ച് എന്താ പറയാ? എന്താ പഴയ വീടിനെ കുറിച്ച് നമ്മളെ മുത്താണ്. മുത്താണ്. എത്ര കൊല്ലം നിങ്ങളിവിടെ? 28 കൊല്ലം. അപ്പൊ 19 കൊല്ലം 30 കൊല്ലം ആയിട്ടുണ്ട്. ഓർമ്മകളുള്ള ഒരു വീടാണല്ലോ നമ്മളെ. നമ്മളിതാ ഇറങ്ങാൻ പോവാണ് രാവിലെ തന്നെ. അപ്പൊ ഞാൻ അവിടെ വെച്ച് കാണാം അല്ലേ? അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ രാവിലെ 8 മണിക്കാണ് കേട്ടോ അവിടെ കയറുന്നത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് തന്നെ മാറ്റി ഫുള്ള് ഡ്രസ്സും കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങോട്ട് എടുത്തിട്ടില്ല. അപ്പം എല്ലാം നമ്മളെ ഈ ഒരു തിരക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെ മാറ്റിയതാ ആ മുഹൂർത്തത്തിൽ നമ്മളിവിടെ മാഷാ അല്ലാ വന്ന് ഇറങ്ങുകയാണ്. നമ്മളെ വീട്ടിൽ നമ്മളെല്ലാവരും ഇങ്ങനെ വന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഏതായാലും നമ്മളെല്ലാവരും കൂടിയിട്ട് ആ ഒരു പുതിയ വീട്ടിലേക്ക് കയറുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. കുറേ പേര് കുറേ ചോദ്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പോൾ നമ്മളെടുക്കുന്ന വീടാണോ അല്ലെങ്കിൽ പപ്പയമ്മേൻ്റെ വീടാണോ എന്നൊക്കെയുള്ള പഴയ വീടെന്താ നിങ്ങൾ ഒഴിവാക്കാൻ കാരണം എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ പഴയ വീടെന്ന് പറഞ്ഞാൽ കുറച്ച് പഴക്കമുണ്ട്. പിന്നെ സ്ഥല സൗകര്യങ്ങൾ ഒക്കെ ഇതാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പുതിയ വീട്ടിൽ കയറിയിട്ടുള്ളത്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഒരു സ്വപ്ന ഭവനാണിത് കേട്ടോ. അൽഹംദുലില്ലാ ഏതായാലും റാഹത്തായിട്ട് എല്ലാം കഴിയാൻ അള്ളാഹ് എത്തിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ വീട്ടിലേക്കൊക്കെ കയറി എല്ലാവരും സുന്നത്ത് നമസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ ബാക്കിയുള്ള പാല് കാച്ചിലൊക്കെ വരുന്നത്. മാഷാ അല്ലാ, അടുത്തതായിട്ട് നമ്മളെ പാല് കാച്ചൽ ചടങ്ങാണ്. അതെ, നമ്മൾ റാഹത്തായിട്ട് കയറി. ഇനിയിപ്പം അടുത്തത് ഇതാണ് അല്ലേ, കണ്ടോക്കെ അല്ലേ. അങ്ങനെ എല്ലാവരും കൂടി ഇതാ നിൽക്കുമ്പോൾ തന്നെ നമ്മളെ പാല് കാച്ചൽ ചടങ്ങും വരാണ്ട് നമ്മൾ ഫസ്റ്റായിട്ട് തന്നെ അടുപ്പ് കത്തിക്കുകയാണ് വീട്ടിൽ. പിന്നെ നമ്മളിതാ ഏകദേശം എല്ലാവരും കൂടി നിന്നാൽ പിന്നെ ഫോട്ടോ സെക്ഷനൊന്നും ആരും മറക്കാറില്ലല്ലോ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട് എല്ലാവരും ഓരോരോ സ്ഥലത്തേക്കായിട്ട് പോയി നോക്കുന്നുണ്ട്. നമ്മളെ വേണ്ടപ്പെട്ട അടുത്തുള്ള കുടുംബക്കാർ മാത്രമാണ് നമ്മൾ സോഫ്റ്റായിട്ടൊന്ന് നമ്മൾ രാവിലെ കയറാണ്. അപ്പോൾ 2-3-4 ദിവസത്തെ പരിപാടിയാണുള്ളത് കേട്ടോ. അങ്ങനെ കുറച്ച് സ്നാക്സും പിന്നെ ചായയൊക്കെ ആദ്യം തന്നെ നമ്മൾ കുടിക്കുകയാണ്. അതിൽ ഒരു വെറൈറ്റി തരം പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ രാവിലത്തെ ഫുഡ് ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 10-11 മണിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. അപ്പൊ അൽഹംദുലില്ലാ മാഷാ അല്ലാ നമ്മള് വീട്ടിലൊക്കെ കേറി പാല് കാച്ചലൊക്കെ കഴിഞ്ഞ് ഇക്കേവിലൊക്കെ തിരക്കിലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫാമിലി ഇതാ ഇവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടണില്ല, ഓരോരുത്തർ ഓരോ പരിപാടിയിലാണ്. പക്ഷെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഇനി ഓരോരോ പരിപാടികൾ വരാൻ പോവാണ്. അതെ, നമ്മളെ അപ്പൊ കാണില്ല എന്ന് പരാതി പറയരുത്. ഇനി അവളുടെ 6ാമത്തെ മാസം കൂടിയാണിത്. നമ്മുടെ കിച്ചണിൽ നോക്കിയാൽ കാണുന്ന ഒരു സീനിയറാണ് കേട്ടോ. മാഷാ അല്ലാ അടിപൊളി സീനിയർ തന്നെയാണ്. പിന്നെ നമ്മുടെ കിച്ചണാണ് വരുന്നത്. അത്യാവശ്യം ഒരു വലിയൊരു കിച്ചൺ. അതായിരുന്നു ഞങ്ങളെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ പഴയ വീട്ടിൽ. അപ്പം ഇപ്പോൾ ആ പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ലിവിങ് റൂമായിട്ടാണ്. അവിടുന്ന് നേരെ കയറിയിട്ട് നേരെ ഫസ്റ്റ് തന്നെ മാസ്റ്റർ ബെഡ്റൂമാണ് വരുന്നത്. നമ്മുടെ പപ്പൻ്റെയും ഉമ്മൻ്റെയും റൂമാണ്. പിന്നെ അത് കഴിഞ്ഞ് ഡൈനിങ് ഹാൾ വരുന്നുണ്ട്. പിന്നെ അതിന് തൊട്ട് അടുത്തായിട്ട് നമ്മളെ കിച്ചൻ്റെ ടേബിളും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇതാ ഫുൾ അടുക്കള സെറ്റപ്പാണ് കേട്ടോ. കിച്ചണായിട്ടുള്ള ഇതാണ്. പിന്നെ ഡൈനിങ് ഹാളിൽ തന്നെയാണ് കേട്ടോ ഒരു കോമൺ ആയിട്ടുള്ള വാഷ് ബേസ് വരുന്നുണ്ട്. പിന്നെ നമ്മളെ ലേഡീസിനൊക്കെ ഇരിക്കുന്ന മജ്ലിസ് ഉണ്ട്. കൂടെ തന്നെ ഓരോ റൂമും കാര്യങ്ങളും ആയിട്ട് മേലത്തെ തട്ടിലായിട്ട് അങ്ങനെ റൂമായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇൻഷാ അല്ലാ ഞാൻ വേറൊരു ഇതായിട്ട് തന്നെ നമ്മുടെ വീടിൻ്റെതായിട്ട് തന്നെ ഇടാം. അപ്പം ഇപ്പോൾ ഈ തിരക്കിൽ നമുക്ക് പറ്റിക്കോളന്നില്ല. ഇത് നമ്മുടെ ഔട്ട് ഹൗസിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ്. പുറത്ത് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ചായ കുടിക്കാനൊക്കെ ഇരിക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പിൽ ചെയ്തതാണ്. അൽഹംദുലില്ലാ ഏതായാലും റാഹത്തായിട്ട് നമ്മൾ കയറി ഇരുന്നിട്ടുണ്ട്. ഇനി ഓരോരോ പരിപാടികൾ വരുന്നുണ്ട് കേട്ടോ.